ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് യാചകർക്ക് വീടുകളിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത്. പണം നൽകാൻ സാധിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് യാചകരുടെ വേഷമണിഞ്ഞ് വീടുകളിലെത്തുന്ന ആളുകൾ കൊള്ളയടിക്കുകയും കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് അവരോട് നോ പറയാൻ കേരളം തയ്യാറായത്. പിന്നീട് അതൊക്കെ മാറി ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും യാചകർ വരുന്നുണ്ട്. അതിനുശേഷം കേരളം കണ്ട ഒരു വലിയ പ്രചരണമാണ് സംഘപരിവാറിനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. വലിയ രീതിയിൽ കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലും കാസർഗോഡിലുമൊക്കെ പല വീടുകളിലും ഇപ്പോൾ എഴുതി വച്ചിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്കും ഒരു സംഘപരിവാർ പ്രവർത്തകനും വരരുത്, ഒരു BJP നേതാവും വരരുത്, വന്നു കഴിഞ്ഞാൽ അതിഥിയായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം ആട്ടി ഓടിക്കും എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമം പച്ചക്ക് പറയുന്നത് മുസ്ലിം വിരോധം തന്നെയാണ്. മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണിക്കാനുള്ള സംഘപരിവാറിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് സ്ഥാനമില്ല എന്ന് പറയുന്നവർ തങ്ങളുടെ വീട്ടിലേക്ക് വരാനും അധികാരമില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുജനം ഒറ്റക്കെട്ടായി പറയുന്നത്. കോഴിക്കോടിലെ ഏകദേശം എല്ലാ വീടുകളിലും ഈ പോസ്റ്ററുകൾ, ഈ നോട്ടീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചില വീടുകൾക്ക് മുന്നിൽ ഷൂകൾ, അതായത് 2 or 3 ഷൂകൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഷൂ, അങ്ങനെയൊക്കെ തൂക്കി വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ താഴെ ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം സവർക്കർ ഏത് രീതിയിലാണോ ബ്രിട്ടീഷുകാരോട് മാപ്പെഴുതി ചോദിച്ചത്, ആ രീതിയിൽ മാപ്പെഴുതി വാങ്ങാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത്. ഷൂ നക്കികൾക്ക് പ്രവേശിക്കാനുള്ളതല്ല ഞങ്ങളുടെ വീട് എന്നുള്ളത് തന്നെയാണ് പലരും ഇതിൽ വിളിച്ചു പറയുന്നുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചോ സംഘപരിവാർ, നിങ്ങൾ വ്യക്തമാക്കി ചിന്തിച്ചോ, കേരളത്തിൻ്റെ മണ്ണിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവസാനത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും. അതായത് ജനാധിപത്യ മര്യാദയിൽ നിങ്ങൾക്ക് നൽകേണ്ട ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാൻ പൊതുജനങ്ങൾ തയ്യാറായി ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഇതിനെ ന്യായീകരിച്ച് വീടുകളിലേക്ക് കയറിയാൽ അടിവരെ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ കേരളത്തിൽ ഈ രീതി തൽക്കാലം ഒന്ന് ഉപേക്ഷിക്കുക. അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ വീട്ടുകാരുടെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് പറയുന്നത്. ന്യായീകരിക്കല്ലേ സംഘമിത്രമേ, നിങ്ങളെ പിടിച്ചാൽ പിന്നെ കിട്ടുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.